കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. ആ ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കിയെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 ടീസ്പൂണ് വാനില എസൻസ്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, ആ ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. ഇനി പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ഇട്ടിട്ട് അതും ബീറ്റ് ചെയ്തെടുക്കുക. ഇനി കൊക്കോ പൗഡർ കുറേശ്ശെയായിട്ട് അതും ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊരു ഐസ്ക്രീമിൻ്റെ ഒരു പാത്രമാണ്, അതിലേക്കാണിത് മാറ്റണത്. ഇത് മുഴുവനും ഇതിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാതും ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുക്കണം. രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. ഞാനിതിപ്പോൾ ഒരു 4 മണിക്കൂറാണ് വയ്ക്കണുള്ളൂ. ഇനിയിപ്പോൾ ഈ പാത്രം അല്ല വെച്ചെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതൊരു കയ്യിൽ കൊണ്ടൊരു ബൗളിലേക്ക് മാറ്റാം. എല്ലാതും മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാതും ഇട്ടിട്ടുണ്ട്. ഈ ഐസ്ക്രീം കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്